ദിവസങ്ങളായി യുക്രൈൻ ഭയന്ന ആ വലിയ ദുരന്തം ഒടുവിൽ സംഭവിച്ചു. റഷ്യൻ സൈന്യം ചൊവ്വാഴ്ച പുലർച്ചെ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ യുക്രൈൻ നഗരങ്ങൾ ഒന്നടങ്കം നടുങ്ങി. യുക്രൈനിലെ ജനവാസ മേഖലകളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 10. വർഷങ്ങളായി തുടർന്ന റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ മറ്റൊരു വഴിത്തിരിവ് കൂടി സംഭവിച്ചിരിക്കുകയാണ്. ഏറെക്കാലമായി ഭയന്ന ഒരു വലിയ ആക്രമണം അതുതന്നെയാണ് റഷ്യൻ സൈന്യം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഉക്രൈൻ നഗരങ്ങളെയൊക്കെ തന്നെ കിടുകിട വിറപ്പിച്ച രീതിയിലുള്ള കനത്ത മിസൈൽ ആക്രമണം തന്നെയാണ് നിലവിൽ റഷ്യ പ്രയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 700-ലധികം മിസൈലുകളും ഡ്രോണുകളുമാണ് റഷ്യ പ്രയോഗിച്ചതായി നിലവിൽ മനസ്സിലാക്കാനായി കഴിയുന്നത്. തലസ്ഥാന നഗരമായ കീവ് അടക്കം നിരവധി മേഖലകളിൽ ഒട്ടനവധി മരണവും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കീവിൽ 4 പേർ മരിച്ചതായും ഡിനിപ്രോയിൽ 6 പേർ കൊല്ലപ്പെട്ടതായിട്ടുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു ഈ ആക്രമണം നടത്തിയത്. 700-ലധികം മിസൈലുകളും ഡ്രോണുകളും റഷ്യ ഉപയോഗിച്ചു. അതിൽ 642 എണ്ണം തങ്ങൾ വെടിവെച്ചിട്ടുവെന്നാണ് ഉക്രൈൻ വ്യോമസേന പറയുന്നത്. ആക്രമണത്തിൽ ബഹുനില കെട്ടിടങ്ങളടക്കം തകർന്നു വീഴുന്ന കാഴ്ച അത് ഏറെ ഹൃദയഭേദകമായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒട്ടനവധി ആളുകൾ ഇപ്പോഴും പല കെട്ടിടങ്ങൾക്കുള്ളിലും ബഹുനില പാർപ്പിട സമുച്ചയങ്ങൾക്കടിയിലും കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് സ്ഥലം മേയർ വിറ്റാലി ക്ലിറ്റ്കോവ് വ്യക്തമാക്കുന്നത്. ഗ്യാസ് സ്റ്റേഷനുകൾക്കും നിർമ്മാണ മേഖലകൾക്കും സമീപത്തൊക്കെ തന്നെ തീപിടുത്തമുണ്ടായെന്നും നിരവധി ആളുകൾക്കത് പരിക്ക് സംഭവിക്കാൻ കാരണമായെന്നും നിലവിൽ റിപ്പോർട്ടുണ്ട്. വൈദ്യുതി ബന്ധമടക്കം താറുമാറായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തലസ്ഥാനമായിട്ടുള്ള കീവിൽ മാത്രം ഏകദേശം 50-ലധികം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു. എന്നാൽ ഇതിന് പിന്നാലെ തൊട്ടു പിറകെ ശക്തമായ രീതിയിലുള്ള നടപടിയുമായി റഷ്യ മുന്നോട്ട് പോവുകയാണ്. റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾ, സംഭരണശാലകൾ, പൈപ്പ് ലൈനുകൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് ബദലാക്രമണം എന്ന രീതിയിൽ ഉക്രൈൻ ആക്രമണം ശക്തമാക്കിയതോടെ വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി അടക്കം താൽക്കാലികമായി നിരോധിക്കുകയാണ് റഷ്യ. നവംബർ അവസാനം വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആഭ്യന്തര ഇന്ധന വിപണിയിലെ സ്ഥിരത ഉറപ്പാക്കാൻ വിമാന ഇന്ധന കയറ്റുമതിക്ക് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയെന്നാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന. അതായത് മറ്റ് സർക്കാരുമായി ഏർപ്പെട്ടിട്ടുള്ള കരാറുകളുടെ ഭാഗമായിട്ടുള്ള ഇന്ധന കയറ്റുമതിയെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കരാറുകൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണവാതക ഉൽപ്പാദക രാജ്യങ്ങളിലൊന്നായിട്ടുള്ള റഷ്യ തന്നെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുമ്പോൾ ആഗോള എണ്ണ വിലയിൽ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നുള്ളത് ഉറ്റുനോക്കുന്നുണ്ട്. തെക്കൻ നഗരമായിട്ടുള്ള സീപ്പോറിഷ്യയിലെ ഒരു വ്യവസായശാലയ്ക്ക് നേരെയും റഷ്യൻ ആക്രമണം നടത്തിയെന്നുള്ള വിവരമാണ് ഈ അവസരത്തിൽ പുറത്തുവരുന്നത്. റഷ്യൻ സൈന്യം കീവിലെ തന്ത്രപ്രധാനമായിട്ടുള്ള പല മേഖലകളെയും പ്രത്യേകിച്ചും ഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നു എന്നുകൂടി നിലവിൽ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് തന്നെ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വേണ്ട വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ജനങ്ങൾ ഭൂരിഭാഗം ആളുകളും ഷെൽട്ടർ ഹോമുകളിലും ബങ്കറുകളിലുമൊക്കെ അതുകൊണ്ട് തന്നെ നേരത്തെ അഭയം പ്രാപിച്ചതുകൊണ്ട് വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.